Hello, hi, dear friends. അങ്ങനെ വീണ്ടും മറ്റൊരു കുക്കിംഗ് വ്ളോഗായിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. നമ്മുടെ ടെറസ് കിച്ചൺ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഐറ്റം എന്ന് പറയുന്നത് അച്ചാറുകൾ എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ? നമ്മുടെ നാടൻ അച്ചാർ ഇഷ്ടം പോലെ നമുക്ക് പല രീതിയിലുള്ള അച്ചാർ നമുക്ക് ഉണ്ടാക്കാൻ അറിയാം. ചിലപ്പോൾ ഒക്കെ നമുക്ക് നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ അച്ചാർ കഴിക്കാനൊരു ആഗ്രഹം വരില്ലേ? പിന്നെ ചിലപ്പോൾ നമ്മൾ ആന്ധ്രാക്കാരുടെ സ്പെഷ്യൽ അവക്ക പോലെയുള്ള കാര്യങ്ങൾ. പക്ഷേ നോർത്ത് ഇന്ത്യൻ ചില അച്ചാർ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ തന്നെ നല്ല കടുകെണ്ണയുടെ മണവും രുചിയൊക്കെ ആയിട്ട് അങ്ങനത്തെ കുറച്ച് അച്ചാറുകളുണ്ട് നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ. അത് ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്കത് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റും ഈസി ആയിട്ട്. അപ്പോൾ ഇത് വേറൊന്നുമല്ല കേട്ടോ, പ്യുവറായിട്ട് മിക്സ്ഡ് വെജിറ്റബിൾ പിക്കിളാണ്. ആ മിക്സ്ഡ് വെജിറ്റബിൾ പിക്കിൾ എന്ന് പറയുമ്പോൾ അത് വളരെ ഡിഫറെൻ്റ് അല്ലേ, പുതുമയുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതിന് വേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ 2-3 വെജിറ്റബിളാണ് ഇതിലിടുന്നത്. ഒന്ന് കോളിഫ്ലവർ ഇടാറുണ്ട്, പിന്നെ ക്യാരറ്റ്, ബീൻസ്, പിന്നെ ഗ്രീൻ പീസ്, പിന്നെ ഒരു കൗതുകമുള്ള കാര്യം കൂടിയുണ്ട്, അതായത് നമ്മുടെ മുരിങ്ങയ്ക്കയും ഇടാറുണ്ട്. അപ്പോൾ അതൊരു ഡിഫറെൻ്റ് അല്ലേ അങ്ങനെ നോക്കുമ്പോൾ. അപ്പോൾ ഇനി കട്ട് ചെയ്യുന്നതിൻ്റെ ഒരു സാമ്പിളോ ഞാൻ കാണിച്ചു തരാം. ഞാൻ മുഴുവൻ കട്ട് ചെയ്ത് വെച്ചിട്ടില്ല, നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ് സ്റ്റാർട്ടിങ്. ഓക്കെ, എങ്ങനെയാണ് ക്യാരറ്റ്, ബീൻസ്, കോളിഫ്ലവർ അരിയുന്നത് അതൊന്ന് കാണിച്ചിട്ട് തുടങ്ങും. നോക്കിക്കോളൂ. അപ്പോൾ നമ്മുടെ കട്ടിംഗ് ബോർഡ് മാഞ്ചസ്റ്ററിൽ നിന്ന് ഇപ്രാവശ്യം വാങ്ങിച്ചോണ്ട് വന്നതാണ്. വ്യത്യാസമില്ലേ, ഇത് ഇരിപ്പിടം പോലെയല്ലേ ഇരിക്കുന്നത്, പഴയ പലക മാതിരി നല്ലതാണ്. ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്ത് ഇങ്ങനെ ഇടാൻ എളുപ്പമാണ്. കട്ട് ചെയ്യട്ടെ. ആദ്യം ക്യാരറ്റ് ഇച്ചിരി നീളമുള്ള പീസായിട്ട്, എന്നാൽ തീരെ തിന്നല്ല, ഇച്ചിരി കട്ടിയുള്ള നീളം പീസ്, അങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത്. ഇതേ നോക്കിക്കോളൂ, ഇതുപോലെ ആദ്യം നമുക്കൊന്ന് കട്ട് ചെയ്യാം. അപ്പോൾ നീളമുള്ള പീസായിട്ട് കിട്ടും. എന്നിട്ട് നോക്കോളൂ, ഇങ്ങനത്തെ പീസ് അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത്യാവശ്യം കട്ടിയുണ്ട്, തീരെ മെലിഞ്ഞിട്ടല്ല ഇരിക്കുന്നത്. ഈ രീതിയിലാണ് കട്ട് ചെയ്തത്. ഇത് ക്യാരറ്റിൻ്റെ കട്ടിങ് ഇങ്ങനെ. പിന്നെ ബീൻസിൻ്റെ കട്ടിങ് എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ ഇങ്ങനെ കുറച്ച് ചെരിച്ച് നീളത്തിന് മുറിക്കണം. ഒത്തിരി കനം കുറയ്ക്കണ്ട, ഈ രീതിയിൽ. ഓക്കെ, ദിസ് ഇസ് ബീൻസ് കട്ടിങ്. പിന്നെ കോളിഫ്ലവർ നമ്മളിങ്ങനെ എതിളുകളായിട്ട് എടുത്തിട്ട് അതിനെ കുറച്ചുകൂടി ഒന്ന് നീളത്തിനിങ്ങനെ പീസായിട്ട് ഇടാം. ഓക്കെ, കാര്യം ഇത് അച്ചാറിൽ കിടന്നിട്ട് നന്നായിട്ട് അലിഞ്ഞു വരുമല്ലോ, ഭയങ്കര സോഫ്റ്റ് ആകില്ലേ കുറച്ച് ദിവസം കഴിയുമ്പോൾ. അപ്പോൾ ആ സമയത്ത് ഇതും കൂടി അതിനകത്ത് കഷ്ണം കാണണം നമുക്ക്. ഈ രീതിയിൽ കോളിഫ്ലവർ നീളത്തിനുള്ള പീസസ് ഇത്രേ ഉള്ളൂ. പിന്നെ മുരിങ്ങയ്ക്കയുടെ പീസ് 1 ഇഞ്ച് നീളത്തിനുള്ള പീസസായിട്ട് മുറിക്കണം. പിന്നെ ഗ്രീൻ പീസാണ് പിന്നെ വേണ്ട കാര്യം. അത് ഇങ്ങനെ ഒരു 1/2 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഫ്രോസൺ ഗ്രീൻ പീസാണ്. ഫ്രഷ് ഗ്രീൻ പീസ് ആണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ കട്ടിങ്ങിൻ്റെ പാറ്റേൺ കണ്ടല്ലോ. അപ്പോൾ ഈ രീതിയിലാണ് ഞാനിത് കംപ്ലീറ്റ് അരിഞ്ഞെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് കംപ്ലീറ്റ് അരിഞ്ഞിട്ട് കാണിക്കാം, അല്ലാതെ നല്ലത്, അത്രയും സമയം നമുക്ക് സേവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ വെജിറ്റബിൾസിൻ്റെ കട്ടിങ് എല്ലാം കഴിഞ്ഞു. ഇത് വെജിറ്റബിൾസ് വെച്ചാൽ മിക്സ്ഡ് വെജിറ്റബിൾ പിക്കിൾ ആയതുകൊണ്ട് വെജിറ്റബിൾസിൻ്റെ കട്ടിങ്. ഇനി ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഒരു 3/4 വേഗിൽ ഇത് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് പാത്രം വെച്ചിട്ടുണ്ട്. വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഈ വെജിറ്റബിൾസും കൂടി ഇട്ടൊന്ന് തിളപ്പിക്കാം. അപ്പോൾ ഇത് നമുക്കറിയാമല്ലോ, ഒരു 3/4 വേഗമാകുമ്പോൾ. അപ്പോൾ കോളിഫ്ലവർ ലാസ്റ്റ് ഇട്ടാൽ മതി, ഗ്രീൻ പീസും ലാസ്റ്റ് ഇട്ടാൽ മതി, അത് ഓൾറെഡി കുക്ക്ഡാണ്. ക്യാരറ്റും ബീൻസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു 3/4 പാകിൽ വേവിച്ച് മാറ്റണം, ഊറ്റി മാറ്റും. അടുപ്പ് കത്തിച്ചിട്ട് അപ്പോൾ ആദ്യം ഫസ്റ്റ് ഞാൻ ക്യാരറ്റ് ഇടുന്നത്. വെള്ളം തിളയ്ക്കാറായി. ഇനി ഇതൊരു തള വരട്ടെ, അത് കഴിഞ്ഞിട്ട് 1 by 1 ഇടാം. ഇതൊരു എല്ലാം ഒരു 3/4 വേഗിലാണ് നമ്മൾ വേവിച്ചിട്ട് എടുക്കേണ്ടത്. ഇനി മുരിങ്ങയൊക്കെ ഇട്ട് കൊടുക്കുന്നു. ക്യാരറ്റ് ഒരു 1/4 ഭാഗം വെന്ത് തുടങ്ങിയപ്പോൾ ഞാൻ മുരിങ്ങയൊക്കെ ഇട്ടു. അതും ഇപ്പോൾ ഒരു 1/4 ആയി. അപ്പോൾ ബീൻസ് ഇടുന്നു. അപ്പോൾ ക്യാരറ്റ് ഹാഫ് കുക്ക്ഡായി. ഇതെല്ലാം ഒരു 1/4 ഭാഗമായി കഴിഞ്ഞു. മുരിങ്ങയൊക്കെ ഒരു 1/4 ഭാഗമായി. പിന്നെ ബീൻസും മുരിങ്ങയൊക്കെയും കൂടി കിടന്നിട്ട് ഇതെല്ലാം കൂടി എല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ ഒരു 3/4 വേഗിൽ വേകും. നമ്മുടെ കോളിഫ്ലവർ കൂടി ഇടും. ഇതിപ്പോൾ എല്ലാം 3/4 വേഗിൽ വെന്തിട്ടുണ്ട്. ഇതിപ്പോൾ കുക്ക്ഡായിട്ടുള്ള വേവിച്ച ഗ്രീൻ പീസ് ആയതുകൊണ്ട് ഈ ലാസ്റ്റ് നമ്മൾ എടുക്കുന്നതിന് തൊട്ട് മുന്നേ എല്ലാം 3/4 വേഗമായി. ഇനി വെള്ളത്തിൽ നിന്ന് ഊറ്റി മാറ്റാം. എല്ലാം ഒരു 3/4 കുക്ക്ഡ്. അങ്ങനെ വെജിറ്റബിൾസ് എല്ലാം നമ്മൾ ഊറ്റി വെച്ചിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സ്റ്റോക്ക് വെജിറ്റബിൾ
വെന്ത വെള്ളമല്ലേ, അത് നമുക്ക് സൂപ്പിനൊക്കെ ഉപയോഗിക്കാം. അങ്ങനെയൊക്കെ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പം ഇത് വേണമെങ്കിൽ തണുപ്പിച്ച് വെച്ചിട്ട് ചപ്പാത്തി കുഴയ്ക്കുമ്പോൾ ഇച്ചിരി ഈ വെള്ളത്തിൽ കുഴച്ചാലും മതി, നമുക്ക് ഗുണം കിട്ടും. അപ്പോൾ ഇത് റെഡി. ഇനി നമുക്ക് പിക്കിളിൻ്റെ ബാക്കി ഭാഗങ്ങൾ ചെയ്യാം. അങ്ങനെ വെജിറ്റബിൾസ് റെഡി. ഇതേ അടുപ്പിൽ പാത്രം വെച്ച് കഴിഞ്ഞു. ഇനി 200 ഗ്രാം നല്ലെണ്ണയിൽ തന്നെ ഇത് ഉണ്ടാക്കാം. ഓക്കെ, നല്ലെണ്ണയിൽ ഉണ്ടാക്കാം, കടുകെണ്ണയിലും ഉണ്ടാക്കാം. പക്ഷെ അതല്ല, ഇതിപ്പോൾ നല്ലെണ്ണയിൽ ഉണ്ടാക്കി നമ്മൾ കടുക് അരച്ച് ചേർക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചൊരു താളിക്കൽ ആദ്യമുണ്ട്. കടുക്, ഉലുവ, വറ്റൽമുളക്, കറിവേപ്പില. അപ്പോൾ കറക്റ്റ് 200 ഗ്രാംസ് നല്ലെണ്ണ. അതിപ്പോൾ കുപ്പിയിൽ ആ അളവിന് തന്നെ ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. അച്ചാറാകുമ്പോൾ കുറച്ച് എണ്ണയൊക്കെ ഇങ്ങനെ മുകളിൽ തെളിഞ്ഞ് നിൽക്കണം. 200 ഗ്രാമും ചേർക്കുന്നു. അപ്പം ഇതാണ് നല്ലെണ്ണ, ജിഞ്ചിലി ഓയിലെന്നും പറയും. അപ്പോൾ നല്ലെണ്ണ ചൂടാകുമ്പോൾ നമ്മൾ സാധാരണ പോലെ കടുക്, ഒരു 3/4 ടീസ്പൂൺ കടുകും, ഒരു 3/4 ടീസ്പൂൺ ഉലുവ, ഒരു 3-4 വറ്റൽമുളക്, കറിവേപ്പില. ഇപ്പോൾ നല്ലെണ്ണ എന്ന് പറഞ്ഞാൽ എള്ളിൽ നിന്നുണ്ടാക്കുന്ന എണ്ണയാണ് നല്ലെണ്ണ. ഭയങ്കര ഹെൽത്തിയാണ്. ഞാൻ എപ്പോഴും ബ്യൂട്ടി വ്ളോഗ്സിൽ പറയാറുണ്ട്, നമുക്ക് സ്കിന്നിൽ മസാജ് ചെയ്യാനും തലമുടിയൊക്കെ നല്ല സ്ഥിരമായിട്ട് നല്ലെണ്ണ തലയിൽ ഉപയോഗിക്കുന്ന ആൾക്കാരുടെ മുടിയൊന്നും പെട്ടെന്ന് നരയ്ക്കില്ല, നല്ല കറുത്ത കളറ്. അതേസമയം സ്കിന്നിൽ തേച്ച് കഴിഞ്ഞാൽ നിറം മാറുമെന്ന് വെച്ചാൽ അങ്ങനെയല്ല, സ്കിന്നിന് നല്ലൊരു ഗ്ലോ ഉണ്ടാകും, നല്ലൊരു മസാജിന് പറ്റിയതാണ്. 3/4 ടീസ്പൂൺ ഉലുവ, അതേപോലെ ഒരു 3/4 ടീസ്പൂൺ കടുക്. എണ്ണ നല്ല ചൂടായിരുന്നു, പൊട്ടിത്തുടങ്ങിയതാണ്. തീ കുറയ്ക്കാം. പിന്നെ ഒരു 4 വറ്റൽമുളക്. കറിവേപ്പില. ഇനി ഞാൻ ചേർക്കുന്നത് ഇതാണ്, ദാറ്റ് ഈസ് ഇത് നമ്മളുടെ കടുക്. 25 ഗ്രാം കടുക് ഒരല്പം വെള്ളം കൂടി ചേർത്തിട്ട് മിക്സിയുടെ ചെറിയ ജാറിൽ വെച്ച് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്താണ്. മസ്റ്റേർഡ് പേസ്റ്റ് എന്ന് തന്നെ പറയാം. ഓക്കെ, അതും കൂടി ചേർക്കാം. ഇതിൻ്റെയൊക്കെ കളറെല്ലാം മാറി, ഉലുവയെല്ലാം മൂത്തു. ഇനി നല്ല ഇതായിട്ട് വഴറ്റിയെടുക്കാം. അതിൻ്റെ പച്ചച്ചുവയെല്ലാം മാറണം. ഇപ്പം നല്ല കടുകെണ്ണയുടെ മണമാണ്. സത്യം പറഞ്ഞാൽ മസ്റ്റേർഡ് ഓയിലിൻ്റെ ആ ഒരു മണമാണ് വരുന്നത്. ഇപ്പോൾ നോർത്ത് ഇന്ത്യൻ പിക്കിൾ സ്മെൽ ഓൾറെഡി വന്നു കഴിഞ്ഞു. ഇങ്ങനെ കടുക് അരച്ചതും മസ്റ്റേർഡ് പേസ്റ്റ് എണ്ണയിൽ ഇങ്ങനെ വഴറ്റി മൂക്കട്ടെ. എന്നിട്ട് ഇനി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഈ 2 കാര്യങ്ങൾ ചേർക്കും. ഏതാണ്ട് മൂത്ത് തുടങ്ങി, നോക്കട്ടെ. ഞാൻ തീ ഇപ്പോൾ കുറച്ചിട്ടിരിക്കാം. നല്ല മണം. മസ്റ്റേർഡ് പേസ്റ്റായിട്ട് അരയ്ക്കുമ്പോഴും കുറച്ച് തരിയോടുകൂടിയാണ് കേട്ടോ, തരിതരിപ്പായിട്ടാണ് അരച്ചിരിക്കുന്നത്. എന്നാലും നല്ല കുഴമ്പ് രൂപത്തിൽ അരച്ചതാണ്. അപ്പോൾ അത് പാകത്തിന് മൂത്ത് കഴിഞ്ഞു. കടുക് പേസ്റ്റ്. ഇനി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. തീയൊക്കെ വീട്ടിൽ ഞാൻ നന്നായിട്ട് കുറച്ചിട്ടുണ്ട്. ഇനി ഒരു 3 ടേബിൾ സ്പൂൺ പിരിയൻ മുളകിൻ്റെ പൊടി. മുളക് പൊടിയും പാകത്തിന് മൂത്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വിനീഗർ 1/2 കപ്പ്. ഇനി ഒരു 4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കാം. അത് കറക്റ്റ് അളവാണ് ഞാൻ പറയുന്നത്, 4 ടീസ്പൂൺ ഉപ്പ്. ആവശ്യത്തിനൊന്നും പറയുന്നില്ല, ഇത് അച്ചാറായതുകൊണ്ട് കറക്റ്റ് ഞാൻ പറഞ്ഞു തരാണ്. ഓക്കെ, 4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തു. അപ്പോൾ എല്ലാ കാര്യങ്ങളും ചേർത്ത് കഴിഞ്ഞു. ഇനി നല്ലൊരു തിള വരട്ടെ, അത്ര ആവശ്യമുള്ളൂ. ഉപ്പൊക്കെ ആവശ്യത്തിന്, അത് ഇത്രയും വെജിറ്റബിൾസ് ഉണ്ടല്ലോ, അതിനാവശ്യമുള്ള ഉപ്പെല്ലാം ചേർത്ത് തരും. ഇത് അച്ചാറാണ്. നമ്മൾ ഇതിങ്ങനെ ഇരിക്കുന്തോറും അച്ചാറിങ്ങനെ ആ വെജിറ്റബിൾസിൽ ഈ മസാലയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ റെഡിയായി വരണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്. ഇത് നോക്കിയേ, തിള വന്നു തുടങ്ങി, നന്നായിട്ട് തിളച്ചു. ഇനി തീ ഓഫ് ചെയ്യുന്നു. ഓക്കെ, ഇനി ഇതിവിടെ ഇരിക്കട്ടെ. വെജിറ്റബിൾസ് മസാല കവർ ചെയ്ത് കിട്ടും. ഇനി ഇത് ഒന്ന് തണുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ കുപ്പിയിലേക്ക് ആക്കും. ഭരണിയിലോ കുപ്പിയിലോ ഒക്കെ ആക്കണം. തണുക്കട്ടെ, എന്നിട്ടാണത് ചെയ്യേണ്ടത്. അപ്പോൾ വെജിറ്റബിൾസ് എല്ലാം തന്നെ ഒരു 3/4 വേഗിൽ വെന്തതാണല്ലോ. ഇനി ഇതിനകത്ത് കിടന്നിട്ട് ബാക്കി ആവശ്യത്തിന് കുതിർന്ന് വേകുന്ന ആ ഒരു സംഭവം ഉണ്ടാകും. അതിങ്ങനെ സോഫ്റ്റായി വരും, അച്ചാറായിട്ട് ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ഒരു കുപ്പിയിലാക്കുമ്പോൾ ഈ ചാറെല്ലാം ഇതിൻ്റെ മേളിൽ വന്ന് കിടക്കും, അതങ്ങനെ ഇടുമ്പോൾ. അതാണ് അതിൻ്റെ ടെക്നിക്ക്. ഇനി ലാസ്റ്റ് നമ്മൾ അച്ചാറിലേക്ക് കുറച്ച് കായപ്പൊടി, ഒരു 3/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർക്കും.
അപ്പോഴേ അച്ചാറായി മാറുള്ളൂ. കറക്റ്റ്. ഇനി അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് യോജിച്ചു. ഇപ്പോൾ ഉപ്പ് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുമല്ലോ അരപ്പിൻ്റെ കാര്യം. ആവശ്യത്തിന് ഉപ്പും പുളിയുമുണ്ട്. അതിൽ പുളിയുടെ ഏജൻസ് ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ടാണ് വിനീഗർ ചേർക്കുന്നത്. ഇത്രയും മതി. അടിപൊളി. ഒരു അല്പം തണുക്കുന്നു, അത് കഴിഞ്ഞ് നമ്മൾ കുപ്പിയിലേക്ക് മാറ്റാം. ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു ഭരണിയിൽ കുറച്ചിടാം. എന്താ പിക്കിൾ ഏതാണ്ട് തണുത്തിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ എന്താ ചെയ്യാൻ പോകണമെന്നറിയോ, ഒരു സീൻ ബ്യൂട്ടിക്ക് വേണ്ടിയിട്ട് കുഞ്ഞു ഭരണി, ഇതിൽ കംപ്ലീറ്റ് കയറില്ല, പക്ഷേ ഇതിൽ കയറുന്ന അത്രയും കയറ്റിയിട്ട് ഫോട്ടോസ് എടുത്ത് വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണുകയും ചെയ്യാമല്ലോ. ഇത് എന്നിട്ട് കുപ്പിയിലാണ് ശരിക്കും. ഇത് ഫുള്ള് കയറണമെന്നുണ്ടെങ്കിൽ ഒരു വലിയ കുപ്പി എടുത്തിട്ട് അതിനകത്ത് നിറച്ചാൽ മതി. ഇതൊരു രസത്തിന് ഇതിൽ വെച്ച് കാണിക്കാം, അല്ലെങ്കിൽ വലിയ ഭരണിയായിരിക്കണം. ഓക്കെ, ഇതേ നോക്കിക്കോളൂ. നല്ല ഭംഗിയില്ലേ? ആഹാ, ബ്യൂട്ടിഫുൾ. കാണുമ്പോൾ തന്നെ അറിയാലോ. ഈ മുരിങ്ങയ്ക്കെല്ലാം ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് സോഫ്റ്റായി അലിന്ന് വരും. നല്ല രസമായിരിക്കും നേരം കഴിക്കാൻ. പക്ഷേ ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് മാത്രം ഉപയോഗിച്ച് തുടങ്ങാം. 2-3 ദിവസം കഴിയുമ്പോഴേക്കും കറക്റ്റാകുന്നത്, എല്ലാം പിടിച്ച് പെർഫെക്റ്റായിട്ട് വരും. അങ്ങനെ മിക്സ്ഡ് വെജിറ്റബിൾ പിക്കിൾ ഈസ് റെഡി. അപ്പോൾ ഇതിപ്പോൾ ഞാൻ കാണാനുള്ള സൗന്ദര്യത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുമിച്ചെടുത്തിരിക്കുന്നത്. ഇത് ഇങ്ങനെ കുമിച്ചെടുത്താൽ നമുക്ക് അരയ്ക്കാൻ പാടാണ്, കുറച്ചുകൂടെ താഴെ നിൽക്കണം. പക്ഷേ അങ്ങനെ താഴെ നിൽക്കുമ്പോൾ നല്ലതായിട്ട് എണ്ണ മേളിൽ ഇങ്ങനെ ആ അരപ്പും എണ്ണയും കൂടി മേളിൽ പൊങ്ങി വരും. വെജിറ്റബിൾസൊക്കെ താഴേക്ക് അമുങ്ങിക്കോളും. ഓക്കെ, ഇതിങ്ങനെ വാടുമല്ലോ കുറച്ചുകൂടി. അപ്പോൾ 2-3 ദിവസം കഴിഞ്ഞിട്ട് ഉപയോഗിച്ച് തുടങ്ങും. അപ്പോൾ കറക്റ്റായിട്ട് മസാലയൊക്കെ പിടിച്ച് എന്ത് പറയാനാ. ഞാൻ ഇപ്പോൾ ഈ ഇൻസ്റ്റൻ്റായിട്ട് കഴിക്കുമ്പോൾ തന്നെ അസാധ്യ ടേസ്റ്റ്, രക്ഷയില്ല. ഇതിപ്പോൾ ചെറിയ ഭരണി ആയതുകൊണ്ട് ഞാൻ ഇതിൽ നിന്ന് മാറ്റി കുപ്പിയിലേക്ക് മാറ്റും. ഇത് കംപ്ലീറ്റ് ഒറ്റ കുപ്പിയിലാക്കും. ഇത് ഏകദേശം 1 കിലോളം ഉണ്ടാവും ക്വാണ്ടിറ്റി എന്നാണ് എനിക്ക് കണ്ടിട്ട് തോന്നുന്നത്. എന്നിട്ട് സൂക്ഷിച്ച് വയ്ക്കുക, 2-3 ദിവസം കഴിഞ്ഞിട്ട് ഉപയോഗിക്കാം. ഓക്കെ, പിന്നെ വേറൊരു പ്രധാന കാര്യം, നമ്മുടെ ലൈവ് വന്ന സമയത്ത് ഒരുപാട് പേർക്ക് എനിക്ക് മറുപടി കൊടുക്കാനും വായിക്കാനും ഒക്കെ സാധിച്ചു. എങ്കിലും കുറേ പേരെയൊക്കെ ഞാൻ വിട്ടുപോയിരുന്നു. അത് അത്ര ഫാസ്റ്റായിട്ടാണ് കേട്ടോ ഈ മെസ്സേജസ് വരുന്നത്, കമൻസ് വരുന്നത്. അതുകൊണ്ടാണ്, മനഃപൂർവ്വമല്ല, ക്ഷമിക്കുക. പിന്നെ ഒരാളുടെ പേര് ഞാൻ എടുത്തു പറയുന്നു, ശാലിനി നായർ. കുറേ ദിവസം മുമ്പ് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു, ഇതുപോലെ കമൻറ്റ് ബോക്സിൽ വന്ന് പറഞ്ഞിരുന്നു, ചേച്ചി എൻ്റെ പേരൊന്ന് പറയണം എന്ന്, ശാലിനി നായർ. അപ്പോൾ ഇന്നലെ ലൈവിൽ സംസാരിച്ചപ്പോഴും എനിക്ക് ശാലിനിയുടെ പേര് പറയാനായിട്ട് പറ്റിയില്ല, ഞാൻ വിട്ടുപോയി. അതുകൊണ്ട് ഈ വീഡിയോയിൽ ഞാൻ ശാലിനിയുടെ പേര് പറയുകയാണ്. ശാലിനി നായർ, ഹായ്. വളരെ വളരെ സന്തോഷം. അപ്പോൾ എല്ലാവർക്കും എന്താ പറയുക, എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ മറുപടിയും തരുന്നുണ്ട്. കമൻസിനെല്ലാം ടൈം എടുത്താലും തരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. കുറേ ബിസി ആകുമ്പോഴാണ് ചിലപ്പോൾ കുറേ ടൈം എടുക്കുന്നത്. നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുന്ന സമയത്താണെങ്കിൽ ഇപ്പോൾ ഇന്നൊരു വീഡിയോ അപ്ലോഡ് ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ ഷൂട്ട് ചെയ്യുകയാണ്. അതിന് ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടുമ്പോഴാണ് ഞാൻ അതിനകത്ത് കയറി കമൻറ്റ് ബോക്സൊക്കെ നോക്കുന്നത്. അങ്ങനെയാണ് ഇത് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇന്ന് തന്നെ നമ്മളിനി വീണ്ടും ഒരു വീഡിയോ കൂടെ ഷൂട്ട് ചെയ്യുന്നുണ്ട്, ഒരു ഐറ്റം കൂടി. അങ്ങനെ ഒരു ദിവസം 2-3 ഒക്കെ എടുക്കുന്ന ദിവസങ്ങളുണ്ട്. ഇപ്പം നമ്മൾ വീണ്ടും ടെറസ് കിച്ചണിൽ കയറിയിരിക്കുകയാണല്ലോ. ടെറസ് കിച്ചണിൽ വരുമ്പോൾ ഗുണം അതാണ്, എനിക്ക് കുറേ കൂടുതൽ വീഡിയോസ് എടുക്കാൻ പറ്റും. നമ്മളല്ല വ്ളോഗ് സ്റ്റൈൽ ചെയ്ത് നമ്മുടെ കുട്ടി അടുക്കളയിൽ വ്ളോഗ് സ്റ്റൈൽ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ ഹെക്റ്റിക്കാണ്, കുറേ ഐറ്റംസ് ഉണ്ടാക്കണ്ടേ. അപ്പോൾ ചിലപ്പോൾ ഒരു ദിവസം ഒരു കാര്യം നടക്കുള്ളൂ. അപ്പോൾ എന്തായാലും സന്തോഷം. അപ്പോൾ ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക്സ് തരിക. താങ്ക് യു സോ മച്ച്. പിന്നെ ആരെങ്കിലും ഒക്കെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിലേക്ക് വരുന്നതെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ആൻഡ് ബി പാർട്ട് ഓഫ് LN വ്ളോഗ്സ് എന്നുള്ള നമ്മുടെ യൂട്യൂബ് ഫാമിലിയുടെ ഭാഗമാകുക. അപ്പോൾ താങ്ക് യു സോ മച്ച്, ലവ് യു ആൾ ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്.